ഹായ് മൈ ഡിയർ ഫ്രണ്ട്സ്, ഹോപ്പ് യു ആർ ഓൾ ഡൂയിങ് വെൽ. ഇന്ന് നമുക്ക് പി ഷെല്ലി എഴുതിയ ഓസിമാൻഡിയാസ് എന്ന പോം ഡിസ്കസ് ചെയ്യാം. അപ്പം ഈജിപ്ഷ്യൻ ഫറവോ റാംസെസ് സെക്കൻഡിൻ്റെ ഗ്രീക്ക് പേരാണ് ഈ ഓസിമാൻഡിയാസ്. ഷെല്ലിക്കും, അതായത് പി ഷെല്ലിക്കും ഹൊറേസ് സ്മിത്ത് എന്ന് പറയുന്നത് ഒരു പോയറ്റാണ്. അദ്ദേഹവും ഈജിപ്ഷ്യൻ ഫറവോ റാംസെസ് രണ്ടാമനെ കുറിച്ചുള്ള ഒരു കവിത എഴുതുന്നതിന് ഒരു ഫ്രണ്ട്ലി കോമ്പറ്റീഷൻ ഉണ്ടാവുകയും അതിൻ്റെ ഭാഗമായിട്ടാണ് പി ഷെല്ലി ഈ കവിത എഴുതിയത്. അപ്പോൾ പി ഷെല്ലി ഓസിമാൻഡിയാസ് എഴുതിയത് 1818 11 ജനുവരിയിലാണ്. അതുപോലെ ഹൊറേസ് സ്മിത്തും ഓസിമാൻഡിയാസ് എന്ന ടൈറ്റിലിൽ ഒരു കവിത എഴുതിയിട്ടുണ്ട്. ഇനി നമുക്ക് നമ്മുടെ ടോപ്പിക്കിലോട്ട് കടക്കാം. ഐ മെറ്റ് എ ട്രാവലർ ഫ്രം ആൻ ആൻറ്റിക് ലാൻഡ്. അപ്പോൾ ഒരു പുരാതന ദേശത്ത് നിന്നുള്ള ഒരു സഞ്ചാരിയെ ഞാൻ കണ്ടുമുട്ടി. അപ്പോൾ ഈ കവിതയിൽ ഒരു ആൻറ്റിക് ലാൻഡിൽ നിന്ന് അല്ലെങ്കിൽ ഒരു പുരാതന നാട്ടിൽ നിന്ന് ഒരു സഞ്ചാരിയെ കണ്ടുമുട്ടുന്നതിനെ കവി ഫസ്റ്റ് വിവരിക്കുകയാണ്. അപ്പോൾ ഓസിമാൻഡിയാസ് എന്ന തലക്കെട്ട്, ആ ടൈറ്റിൽ നമുക്ക് പറഞ്ഞു തരുന്നത് ഈ ഭൂമി എന്നത് ഈജിപ്ത് ആയിരിക്കണമെന്നാണ്. കാരണം ഗ്രീക്കുകാർ റാംസെസ് സെക്കൻഡിനെ ഓസിമാൻഡിയാസ് എന്ന് വിളിച്ചിരുന്നു. അപ്പോൾ പുരാതന ഈജിപ്തിലെ മഹാനും ഭയങ്കരനുമായ ഒരു ഗ്രേറ്റും ടെറിബിളുമായിട്ടുള്ള ഒരു ഫറവോയായിരുന്നു ഈ ഓസിമാൻഡിയാസ്. സഞ്ചാരി കവിയോട് എന്താണ് പറഞ്ഞത്? അടുത്ത ലൈനിലുണ്ട്, 2 vast and trunkless legs of stone stand in the desert. Near them on the sand half sunk a shattered visage lies. അയാൾ തൻ്റെ ജന്മനാട്ടിലെ മരുഭൂമിയിലെ ഒരു പ്രതിമയുടെ അവശിഷ്ടങ്ങളെക്കുറിച്ചുള്ള ഒരു കഥ പറയുവാണ്. അപ്പോൾ കല്ലുകൊണ്ടുള്ള 2 വിശാലമായ കാലുകൾ, 2 vast and trunkless legs എന്നാണ് പറയുന്നത്. അപ്പം ശരീരമില്ലാതെ നിൽക്കുന്നു. അവയ്ക്ക് സമീപം എന്താണുള്ളത് പറയുന്നുണ്ട്. നിയർ ദം ഓൺ ദ സാൻഡ് എന്താണ്? ഹാഫ് സങ് എ ഷാറ്റേർഡ് വിസേജ് ലൈസ്. അതായത് ഒരു മണലിൽ പാതി മുങ്ങിക്കിടക്കുന്ന ഒരു കൂറ്റൻ തകർന്ന കല്ലുകൊണ്ട് നിർമ്മിച്ച തല, അതായത് പകുതി മുങ്ങി ഒരു തകർന്ന മുഖം കിടക്കുന്നു. ഹൂസ് ഫ്രൗൺ ആൻഡ് wrinkled ലിപ്പ് ആൻഡ് സ്നീർ ഓഫ് കോൾഡ് കമാൻഡ്. അപ്പോൾ ഇനി ആ മുഖത്തിനെ കുറിച്ച്, അതായത് ആ പ്രതിമയുടെ മുഖത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താ പറയുന്നത്? ഫ്രൗൺ, അതായത് നമുക്ക് ദേഷ്യം വരുമ്പോൾ നമ്മുടെ നെറ്റിയൊക്കെ ഇങ്ങനെ ചുളിക്കത്തില്ലേ, അതാണ് ഫ്രൗൺ ഫേസ്. അപ്പം ഫേസ് ഫ്രൗൺ ആയിട്ടുള്ളൊരു ഫേസ് കൊടുത്തിട്ടുണ്ട്. അതിൽ wrinkled ലിപ്സ്, അതായത് ചുളിവുകളുള്ള ചുണ്ട്, ആൻഡ് സ്നീർ ഓഫ് കോൾഡ് കമാൻഡ്, ഒരു ആജ്ഞാപിക്കുന്ന ഒരു ഭാവം. ഓക്കെ, അപ്പോൾ മുഖഭാവം എല്ലാം വർണ്ണിച്ചിരിക്കുന്നു. Tell that its sculpture well those passions read which it survive. അവ ഇപ്പോഴും നിലനിൽക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ആ പ്രതിമ ചെയ്ത ശില്പി പ്രതിമയുടെ വികാരങ്ങൾ നന്നായി മനസ്സിലാക്കിയിട്ടുണ്ട് എന്നാണ്. അപ്പോൾ സഞ്ചാരി നമ്മുടെ കവിയോട് പറയുകയാണ്, സ്കൾപ്ചർ വെൽ തോസ് പാഷൻസ് റീഡ് വിച്ച് ഇറ്റ് സർവൈവ് സ്റ്റാമ്പ്ഡ് ഓൺ ദീസ് ലൈഫ്ലെസ് തിങ്സ്. അപ്പം ശില്പിയും അദ്ദേഹത്തിൻ്റെ സബ്ജക്റ്റും ഇപ്പോഴും മരിച്ചിട്ടുണ്ടെങ്കിലും ആ വികാരങ്ങളുടെ ഓർമ്മ ആ നിർജീവ പ്രതിമയിൽ, ആ ലൈഫ്ലെസ് ആയിട്ടുള്ള പ്രതിമയിൽ മുദ്ര കുത്തിയിരിക്കുന്നതെന്ന് വെച്ചാൽ ദൃശ്യമാണ് എന്നാണ് ചുരുക്കത്തിൽ പറയുന്നത്. ദ ഹാൻഡ് ദാറ്റ് മോക്ക്ഡ് ദം ആൻഡ് ദ ഹാർട്ട് ദാറ്റ് ഫെഡ്. ഈ ഹാൻഡ് എന്ന് ഉദ്ദേശിക്കുന്നത് ആ ശില്പിയുടെ കയ്യെ സൂചിപ്പിക്കുന്നു. മോക്ക്ഡ് എന്ന് പറയുമ്പം ഇവിടെ നമുക്ക് കോപ്പീഡ് എന്ന് എടുക്കാം. ദ ഹാൻഡ് ദാറ്റ് മോക്ക്ഡ് ദം ആൻഡ് ദ ഹാർട്ട് ദാറ്റ് ഫെഡ്. അപ്പം രാജാവിൻ്റെ വികാരങ്ങൾ ശില്പി നന്നായി മനസ്സിലാക്കിയിട്ടുണ്ടെന്ന് കാണിക്കുന്നു. അതുപോലെ ശില്പിയുടെ കൈ രാജാവിൻ്റെ അഭിമാനത്തെ പകർത്തിയിട്ടുണ്ട്. ഹൃദയം രാജാവിൻ്റെ വികാരഭരിതവും അഭിമാനകരവുമായ ആ ഹൃദയത്തെ സൂചിപ്പിക്കുന്നു. ആ കിങ്സ് പാഷനേറ്റ് ആൻഡ് പ്രൗഡ് ആയിട്ടുള്ള ഹാർട്ട്. അതുപോലെ തന്നെ ഇവിടെ ഒരു ഐറണിയുണ്ട്, ഒരു വിരോധാഭാസമുണ്ട്. അതായത് രാജാവിൻ്റെ ശക്തിയെ അനശ്വരമായി ഉദ്ദേശിച്ചുള്ള ഈ ശില്പിയുടെ പ്രവൃത്തി ആത്യന്തികമായി, അത് അൾട്ടിമേറ്റ്ലി എന്താണ് റിവീൽ ചെയ്യുന്നത്? അതായത് അദ്ദേഹത്തിൻ്റെ രാജാവിൻ്റെ അഹങ്കാരത്തെയും അധികാരത്തിൻ്റെ ക്ഷണിക സ്വഭാവത്തെയുമാണ് വെളിപ്പെടുത്തുന്നത്. അതുപോലെ തന്നെ അറഗൻസും അതുപോലെ പ്രൈഡുമാണ് നമുക്ക് എടുത്തു കാണിക്കുന്നത്. ഓക്കെ, ആൻഡ് ഓൺ ദ പെഡസ്റ്റൽ ദീസ് വേർഡ്സ് അപ്പിയർ. അപ്പം ഇനി പെഡസ്റ്റലിൽ എന്താണ് കൊടുത്തിരുന്നത്? അത് പ്രതിമയുടെ പീഠത്തിൽ എന്താ കൊടുത്തിരുന്നത്? മൈ നെയിം ഈസ് ഓസിമാൻഡിയാസ്, കിങ് ഓഫ് കിങ്സ്. അപ്പം എൻ്റെ പേര് ഓസിമാൻഡിയാസ്, രാജാക്കന്മാരുടെ രാജാവ്. ഓൺ മൈ വർക്ക്സ് യു മൈറ്റി ആൻഡ്
ഡെസ്പെയർ. അപ്പോൾ എൻ്റെ പ്രവൃത്തികൾ നോക്കൂ. അപ്പോൾ കൊടുത്തിട്ടുണ്ട് യു മൈറ്റി ആൻഡ് ഡെസ്പെയർ, നിരാശ എന്നുള്ള വേർഡും കൊടുത്തിട്ടുണ്ട്. ആക്ച്വലി അതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ തൻ്റെ മഹത്തായ നേട്ടങ്ങളെക്കുറിച്ച് വീമ്പിളക്കുകയും ബോസ്റ്റ് ചെയ്യുകയും അതുപോലെ മറ്റു ഭരണാധികാരികൾക്ക് തൻ്റെ മഹത്വവുമായി പൊരുത്തപ്പെടാൻ കഴിയാത്തതിനാൽ നിരാശരാകാൻ മുന്നറിയിപ്പ് നൽകുകയും ചെയ്യുകയാണ്. ഓക്കെ, നത്തിങ് ബിസൈഡ് റിമെയിൻസ് റൗണ്ട് ദ decay ഓഫ് ദറ്റ് കൊളോസൽ wreck. കൊളോസൽ എന്ന് വെച്ചാൽ ഹ്യൂജ് മൈറ്റി. ഓക്കെ, അപ്പം പ്രസൻ്റ്ലി അദ്ദേഹത്തിൻ്റെ സാമ്രാജ്യത്തിൽ ഒന്നും അവശേഷിക്കുന്നില്ല. എന്ത് മാത്രം അവശേഷിക്കുന്നു? അവശിഷ്ടങ്ങൾ മാത്രം അവശേഷിക്കുന്നു. ദ ലോൺ ആൻഡ് ലെവൽ സാൻഡ്സ് ദറ്റ് സ്ട്രെച്ച് ഫാർ എവേ. അപ്പോൾ അവശിഷ്ടങ്ങൾക്ക് ചുറ്റും മരുഭൂമി അനന്തമായി നീണ്ടു കിടക്കുന്നു. അപ്പോൾ എന്താ പറയുന്നത്? ഒരു കാലത്ത് ശക്തനായ ഫറവോനായ ആ ഓസിമാൻഡിയാസിൻ്റെ നശിച്ച പ്രതിമയെ ചുറ്റിപ്പറ്റിയുള്ള ആ വിജനമായ ദൃശ്യത്തെ ഇത് വിവരിക്കുന്നു. അതോടൊപ്പം മരുഭൂമിയിലെ ഭൂപ്രകൃതിയുടെ വിശാലതയും ശൂന്യതയും ആ ബൗണ്ട്ലെസ്സും അത് ബെയറായിട്ടുള്ളതും ഈ വരി വിവരിക്കുന്നുണ്ട്. ആ ഭീമാകാരമായ അവശിഷ്ടം, അതായത് ആ കൊളോസൽ wreck, അതായത് ഇത് പ്രതിമയുടെ തകർന്ന അവശിഷ്ടങ്ങളെ സൂചിപ്പിക്കുന്നു. ആ റൂയിൻഡ് സ്റ്റാച്യു, ആ തകർന്ന പ്രതിമയെ സൂചിപ്പിക്കുന്നു. അതേസമയം അതിരുകളില്ലാത്തതും നഗ്നവുമായ ആ ബൗണ്ട്ലെസ് ആൻഡ് ബെയർ എന്നത് എല്ലാ ദിശകളിലേക്കും വ്യാപിച്ചു കിടക്കുന്ന ആ വിജനവും ശൂന്യവുമായ ആ മരുഭൂമിയെ ഊന്നിപ്പറയുകയാണ് ഇവിടെ. അപ്പോൾ കൊളോസൽ സ്റ്റാച്യു എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ ഹ്യൂമൻ പവർ, ആ ശക്തിയും ആ അംബീഷനുമാണ്. അതുപോലെ ബൗണ്ട്ലെസ് ആൻഡ് ബെയർ ഡെസേർട്ട് എന്ന് റെപ്രസെൻ്റ് ചെയ്യുന്നത് ആ പവർ ഓഫ് ടൈം ആൻഡ് നേച്ചറാണ്. ഓക്കെ, അപ്പോൾ ഫ്ലീറ്റിംഗ് നേച്ചർ ഓഫ് പവർ ആൻഡ് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്, അതായത് കവിതയുടെ തീമായ ശക്തിയുടെയും മനുഷ്യ നേട്ടങ്ങളുടെയും ക്ഷണികമായ സ്വഭാവത്തെ എടുത്ത് കാണിക്കുന്ന വരിയാണ്. അതുപോലെ പ്രകൃതിയും കാലവും മനുഷ്യൻ്റെ നേട്ടങ്ങളെക്കാൾ ശക്തമാണ്. അധികാരവും അഹങ്കാരം എന്നേക്കുമായി നിലനിൽക്കില്ല എന്നും ഊന്നിപ്പറയുന്ന വരികളാണിത്. അത് കാലം ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളെപ്പോലും എങ്ങനെ നശിപ്പിക്കുന്നു എന്നതിൻ്റെ പ്രതീകമാണിത്. ഓക്കെ, നത്തിങ് ബിസൈഡ് റിമെയിൻസ് റൗണ്ട് ദ decay ഓഫ് ദാറ്റ് colossal, boundless and bare, the lone and level sands stretch far away. അതാണ് അവശിഷ്ടങ്ങൾക്ക് ചുറ്റും എന്താണ് കാണുന്നത്? മരുഭൂമി അനന്തമായി നീണ്ടു കിടക്കുന്നു. ഇനി തീംസ് ഡിസ്കസ് ചെയ്യാം. ട്രാൻസൈൻസ് ഓഫ് പവർ ആൻഡ് ഗ്ലോറി. അപ്പോൾ ശക്തിയുടെയും മഹത്വത്തിൻ്റെയും ആ ക്ഷണികത. അപ്പോൾ ഒരു കാലത്ത് ശക്തനായ രാജാവായിരുന്ന ഓസിമാൻഡിയാസിൻ്റെ പ്രതിമ എവിടെ കിടക്കുന്നു? മരുഭൂമിയിൽ തകർന്നു കിടക്കുന്നു. അപ്പോൾ ഒരു ഭരണാധികാരി എത്ര വലിയവനോ ശക്തനോ ആണെങ്കിലും കാലമൊടുവിൽ എല്ലാം നശിപ്പിക്കുന്നു എന്ന് ഇത് കാണിക്കുന്നു. അതുപോലെ ഒരിക്കൽ ഭയപ്പെട്ടിരുന്ന അദ്ദേഹത്തിൻ്റെ ശക്തി ഇപ്പോൾ മറന്നുപോയി, ഇല്ലെങ്കിൽ അവശിഷ്ടങ്ങൾ മാത്രം അവശേഷിക്കുന്നു. സോ ഹിസ് പവർ വൺസ് ഫിയർഡ് ഈസ് നൗ ഫോർഗോട്ടൺ, ഓൺലി റൂയിൻസ് റിമെയിൻ. അടുത്തൊരു തീമാണ് ദ ഇന്നെവിറ്റബിൾ ഡിക്ലൈൻ ഓഫ് ഹ്യൂമൻ അച്ചീവ്മെൻറ്റ്സ്, മനുഷ്യ നേട്ടങ്ങളുടെ അനിവാര്യമായ പതനം. അപ്പോൾ ഏറ്റവും വലിയ സാമ്രാജ്യങ്ങളും നേട്ടങ്ങളും പോലും കാലക്രമേണ മങ്ങുന്നു. അപ്പോൾ എത്ര മഹത്തായതാണെങ്കിലും മനുഷ്യൻ്റെ ശ്രമങ്ങൾ എത്രത്തോളം താൽക്കാലികമാണെന്ന് സൂചിപ്പിക്കുന്നതിൻ്റെ പ്രതീകമാണ് ഈ തകർന്ന പ്രതിമ. ദ പവർ ഓഫ് നേച്ചർ ആൻഡ് ടൈം, പ്രകൃതിയുടെയും കാലത്തിൻ്റെയും ശക്തി. അപ്പം പ്രകൃതിയും കാലവും പ്രതിമയെ ഇറോഡഡ്, ഇല്ലാതാക്കി, എന്നിട്ട് മനുഷ്യനേക്കാൾ തങ്ങളുടെ ശ്രേഷ്ഠത കാണിക്കുന്നു. അതുപോലെ വിശാലവും ശൂന്യവുമായ മരുഭൂമി ഓസിമാൻഡിയാസിൻ്റെ അഭിമാനത്തിന് കോൺട്രാസ്റ്റ്, അതായത് വിരുദ്ധമാണ്. പ്രൈഡ് ആൻഡ് ആരഗൻസ്, അത് അഹങ്കാരം. അപ്പോൾ തൻ്റെ ശക്തി എന്നേക്കുമായി നിലനിൽക്കുമെന്ന് വിശ്വസിച്ചുകൊണ്ട് ഓസിമാൻഡിയാസ് അങ്ങേയറ്റം അഹങ്കാരിയായിരുന്നു. അപ്പം ഇതിലെ ഐറണി, വിരോധാഭാസം എന്താണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ അദ്ദേഹത്തിൻ്റെ രാജ്യത്തിലോ ഇല്ലെങ്കിൽ അധികാരത്തിലോ ഒന്നും അവശേഷിക്കുന്നില്ല. ഐറണി, വിരോധാഭാസം. ദ ഇൻസ്ക്രിപ്ഷൻ ബോസ്റ്റ് ഓഫ് ഗ്രേറ്റ്നസ്, അതായത് ആ ലിഖിതത്തിൽ മഹത്വത്തെക്കുറിച്ച് പ്രശംസിക്കുന്നു. പക്ഷേ അവശേഷിക്കുന്നത് എന്താണ്? നാശവും നിശബ്ദതയുമാണ്. അപ്പം മനുഷ്യൻ്റെ അമിതമായ അഹങ്കാരത്തെ വിമർശിക്കാൻ PB ഷെല്ലി ഈ ഡ്രാമാറ്റിക് ഐറണി ഉപയോഗിക്കുന്നു. I hope you are clear with this explanation. Thank you. Have a nice day.